I believe that it is not the task of any one country to say to another what they should do, even if it is a question of helping. It is my duty to put the situation in my country and its neighborhood, to give my assessment of the situation to the leaders of the countries I visit. It is for them then, with their own assessment and what they hear from me, to make up their minds what they think about it and what they should do about it. വിശ്വഗുരുവിനെ കൊണ്ട് സാധിക്കും ഇതുപോലത്തെ മറുപടി കൊടുക്കാൻ? 1971 ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ അങ്ങോട്ട് എന്താ പറയുക കൂമ്പ് കുത്തി അല്ലെങ്കിൽ കൂപ്പ് കുത്തി നിൽക്കാണ്ട് ഇതുപോലത്തെ പച്ച മറുപടികളാണ് പറഞ്ഞിരുന്നത്. ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ്റെ ഇന്നത്തെ സംഘികളുടെ വിശ്വഗുരുവിന് അങ്ങനെ പറയണം, ലോകത്തിലോ അല്ലെങ്കിൽ രാജ്യത്തോ ഇതൊരു വിശ്വഗുരുവല്ല, ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സംഘികളുടെ വിശ്വഗുരുവിന് ഇതുപോലത്തെ ഒരു മറുപടി ഇന്നത്തെ ട്രംപിൻ്റെ മുമ്പിൽ പോയി കൊടുക്കാൻ പറ്റൂ? ഓരോ ദിവസവും നമ്മളെ വെറും ഉണ്ണാക്കന്മാരാക്കിയിട്ട് നമ്മളെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിനെയും നമ്മുടെ രാജ്യത്തെ മറ്റ് സകല ഉദ്യോഗസ്ഥ ഗണങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും കൂടെ ഒരുമിച്ച് ഊക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപിനും ട്രംപിൻ്റെ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ട്രംപിൻ്റെ സെനറ്റ് അംഗങ്ങൾക്കും ഒരു മറുപടി അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് വീഡിയോയിൽ വിളിച്ച് ചിലയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരൊറ്റ കുറിപ്പ്, ഒരൊറ്റ പോസ്റ്റ് ട്രംപിൻ്റെ പേര് വെച്ചിട്ട് അമേരിക്കയുടെ പേര് വെച്ചിട്ട് വിശ്വഗുരുവിനെ കൊണ്ട് നടക്കുമോ? നടക്കുന്നില്ല. വിശ്വഗുരു എഴയും, നിലത്തെ എഴയും. ട്രംപ് പറയുന്നത് പോലെ എഴഞ്ഞഴഞ്ഞു പോവും. അതല്ലാണ്ട് ഒരു ചക്കഗുരും വിശ്വഗുരുവിനെ കൊണ്ട് നടക്കില്ല എന്നുള്ളത് അതാണ് അതിൻ്റെ സത്യം. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ഇന്ദിരാഗാന്ധിനെ പോലത്തെ ഒരാളൊക്കെ അന്നത്തെ നമ്മുടെ സൈനിക ശക്തി ഇത്ര ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് നമുക്ക് സൈനിക ശക്തികൾ വിടുക അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക സംവിധാനങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് പോലും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള തോന്നൽ ഇന്ദിരാഗാന്ധിനെ പോലെ നട്ടലുള്ള ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ നട്ടല് പണയം വെച്ച് പ്രധാനമന്ത്രിമാരായിട്ടുള്ള ആർക്കും ഒരു വാഗൊണ്ട് തുളക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഡൊണാൾഡ് ട്രംപിൻ്റെ അപമാനങ്ങളെ പറ്റി നമുക്കും സംസാരിക്കാം. എന്തിനാണ് എപ്പോഴും ഈ മോദിജിനെ തന്നെ കുറ്റം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘികൾ രായ്ക്ക് 40 വട്ടം കുത്തിയിരുന്നിട്ട് സംഘികൾ പറയുന്ന കാര്യങ്ങളുണ്ട്. മോദി വിശ്വഗുരുവാണ്, ബയോളജിക്കൽ ദൈവമാണ്, മോദി ഭക്തി മൂത്തിട്ട് ഞങ്ങൾക്കൊന്നും കാല് നിരത്തുറക്കുന്നില്ല, വിറക്കിയാണ്, കരച്ചിലാണെന്ന് പറയുന്ന അന്ധഭക്തന്മാരോണ്ട് ഇതല്ലാണ്ട് ഇതിനേക്കാൾ വലിയ മറുപടികളൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ അന്ധഭക്തന്മാരുടെ തലയിൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തോന്നൽ വരട്ടെ എന്ന് എഴുതിയിട്ടോ. ഇപ്പം ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യ എന്നെ എന്നെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടാം. അത് എങ്ങനെയെന്ന് നമ്മുടെ മോദിക്ക് നല്ല പോലെ അറിയാം. ഞാൻ സന്തോഷവാനല്ല, ഞാൻ ഇച്ചിരി പരിഭവത്തിലാണ്. മോദി കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ താരിഫ് ഇപ്പം 50 വെച്ചത് ഞാൻ 100 ആക്കാതെ 200 ആക്കാതെ 300 ആക്കാതെ ഒക്കെ കുറയ്ക്കാം. അതുകൊണ്ട് എന്നെ വേണ്ട പോലെ വന്ന് കണ്ടേക്ക് എന്നാണ് മോദിജിനോട് പറഞ്ഞത്. And it was important to make me happy. They do trade, and we can raise tariffs on them very quickly, and it would be people are very afraid bad of that. മോദി ആണെങ്കിൽ ട്രംപിന്റെ കോളും എടുക്കില്ല. ട്രംപ് വരുന്ന വഴി ഏത് വഴിക്ക് അവിടെ പുല്ല് മുളക്കില്ല എന്ന് പറഞ്ഞാലേ, ട്രംപ് പോണ വഴിക്ക് മോദി മുളക്കില്ല. ആ അവസ്ഥയിലാണ് മോദിജി നിൽക്കുന്നത്. ഇനി ഇക്കാര്യം ട്രംപ് കഴിഞ്ഞ പലതവണ ആയിട്ട് പ്രസ്താവനകളിൽ പലതായിട്ട് പറയണ്ടായി. ഇന്നലെ അത് പച്ചക്ക് വീണ്ടും പറയണ്ടായി. ഈ വെനിസ്വേല വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മൗനത്തിനെ പറ്റിയിട്ടാട്ടോ സംസാരിക്കുന്നത്. വിശ്വഗുരു ഇല്ലാതെ ഈ ലോകത്തൊന്നും നടക്കൂല എന്ന സംഖ്യകൾ പറയുന്നത്. വിശ്വഗുരു മോദിജി വിചാരിച്ചിട്ടാണ് ലോകത്തെ യുദ്ധങ്ങളൊക്കെ നിർത്തപ്പെടുന്നത്. മോദിജി വിചാരിച്ചാലാണ് ലോകത്തെ സകല ലോകക്രമങ്ങളും മോദിജിയാണ് തീരുമാനിക്കുന്നതെന്നാണ് നമ്മുടെ ചക്കക്കുരുവിൻ്റെ അടിമ സംഖ്യകൾ പറയുന്നത്. സത്യത്തിൽ വെനസ്വേല വിഷയത്തിൽ നമ്മുടെ മോദിജി, നമ്മുടെ വിശ്വഗുരു മൗനത്തിലാണ് മക്കളെ, മൗനത്തിലാണ്. മൗനം എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ മൗനവ്രതം ഇനി തീരണമെങ്കിൽ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേറെ വല്ല ബംഗാൾ ഇത് വരുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ ബംഗാൾ എന്താ പറയുക നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ പോയിട്ട് 4 ചെറ്റവർത്താനം പറയാൻ നമ്മുടെ മോദിജി മുമ്പിൽ പോകും. അതായത് അവിടെ പോയിട്ട് ഹിന്ദുക്കളാണ് എന്താ പറയുക, ഹിന്ദുക്കൾ മുസ്ലിങ്ങളാൽ ഇല്ലാണ്ടാക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ താലിമാല അഴിച്ചു പറയുന്നു, മുസ്ലിങ്ങൾ വെറും പഞ്ചറൊട്ടിക്കുന്നവന്മാർ മാത്രമായിട്ട് മാറുന്നു, വഖഫിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു. ഇങ്ങനത്തെ 4 വർത്താനം പറയാൻ ഇയാളെ കൊണ്ട് പറ്റും. അത് മിക്കവാറും ബംഗാളിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കാണുകയും ചെയ്യും. അതല്ലാണ്ട് ലോക വിവരങ്ങൾ ലോക എന്താ പറയുക ക്രമങ്ങളെ പറ്റിയോ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ പറ്റിയോ ഒന്നും വിശ്വഗുരു ചക്കക്കുരു തുറക്കാറില്ല. ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ ചെറിയ പോസ്റ്റ് മാത്രം ഇടും. അവിടെ പ്രത്യേകിച്ച് ട്രംപും അമേരിക്കയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേരുകളൊന്നും ഉൾപ്പെടുത്താറില്ല. വെനിസ്വേലയുടെ കേസിലും ഇന്ത്യ ഇട്ട പോസ്റ്റിൽ
ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്, ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അമേരിക്ക ചെയ്യരുത്, ട്രംപ് ചെയ്യരുത്, ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞത് വാ തുറന്ന് പറഞ്ഞ രാജ്യങ്ങൾ 1 റഷ്യ, 2 ചൈന, 3 ഇറാൻ, ഇങ്ങനത്തെ ഉത്തര കൊറിയ, ഇത്തരം രാജ്യങ്ങൾ മാത്രമേ വാ തുറന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ വിശ്വഗുരുക്കളായിട്ട് വാഴേണ്ട അവരൊക്കെ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു, നമ്മുടെ നാട്ടിലെ സംഘികളുടെ മാത്രം കുരുവായിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് തോന്നിപ്പോയത് കണ്ടപ്പോൾ. ഇനി എസ് ജയശങ്കർ, നമ്മുടെ ലേസറൈക്കാരല്ലേ, ഭയങ്കര സംഘികളുടെ പോസ്റ്റിലൊക്കെ നമ്മുടെ ശങ്കരേട്ടൻ ഭയങ്കര ലേസറൈ ഇതുവരെ വാ തുറന്നിട്ടില്ല. ഇവൻ ലേസറൈക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് സംസാരിക്കണമെങ്കിൽ ലോബിയിസ്റ്റുകൾ വേണം. അത് നിങ്ങൾക്കറിയോ? ഒരു കോളിൽ ഇപ്പൊ തീർക്കുന്ന സംഖ്യകൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ലേസറയ്ക്ക് പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തോട്ടോ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിലെ അല്ലെങ്കിൽ സെനറ്റിലെ അംഗങ്ങൾക്കോ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക ലോബിയിസ്റ്റുകളെ തപ്പി നടക്കുന്ന കാല. അത്ര വൃത്തികെട്ട, അത്ര ബോധമില്ലാത്ത, അത്ര മോശമായിട്ടുള്ള ഒരു പോളിസി, ഇന്റർനാഷണൽ പോളിസീസാണ് നമുക്കുള്ളത്, ഓവർസീസ് പോളിസീസാണ് നമുക്കുള്ളത്. അതെല്ലാം സംഖ്യകളെ നിങ്ങൾക്കറിയാം. ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. കഴിഞ്ഞ ദിവസം അയാളുടെ പേരെന്തായിരുന്നു, ലിൻസേ ഗ്രഹാം അല്ലെ? ലിൻസേ ഗ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരുന്നോ? ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ വന്നിട്ട് അവിടെ ഒന്ന് കിടന്ന് കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും താരിഫിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് വരുത്തണം, ഞങ്ങൾ റഷ്യൻ എണ്ണ ഒക്കെ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഇനി എണ്ണ ഒക്കെ വാങ്ങിക്കുന്നത്, ഇനി അമേരിക്കൻ കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെ ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നത്, ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ താരിഫിലുള്ള ചേഞ്ചസുകൾ വരുത്തണം. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത 70% ജ്വൽസ്, അതായത് നമ്മുടെ രാജസ്ഥാനിൽ പോലത്തെ ഗുജറാത്തിലെ ഈ സ്ഥലങ്ങളിലൊക്കെ ജ്വൽസൊക്കെ നമ്മൾ വിൽക്കുന്നതിന് 70% ഡൗൺ ആണ്. 50-60% ഡൗൺ ആയി പോയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഈ തിരുപ്പൂരും അതുപോലെ തന്നെ ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ വസ്ത്രമേഖലയിൽ നമ്മുടെ ഹിറ്റെക്സ് സാബുവിൻ്റെ ഒക്കെ അത് ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ, കേരളത്തിലുള്ളവർ അറിയുന്നത്. അതുപോലത്തെ 100 കണക്കിൽ കമ്പനികൾ പൂട്ടിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ സീ ഫുഡിൻ്റെ ഇതൊക്കെ വളരെ രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാല് പിടിക്കാം, ട്രംപെണ്ണം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മോദിജി ഇനി ഒരു കുസൃതിയും കാണിക്കില്ല, അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്നും പറഞ്ഞിട്ട് കാല് പിടിക്കാന്നാണ് അമേരിക്കൻ്റെ സെനറ്റ് അംഗം പച്ചക്ക്. ഇന്ത്യ പേടിച്ചു പോയി, ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഇന്ത്യ പേടിച്ചു പോയി. ഇന്ത്യയുടെ അംബാസിഡർ ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പച്ചക്ക് പറഞ്ഞത് കേട്ടിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ, അതാണ് സത്യം, നമുക്കറിയാം. അതല്ല എന്ന് സംഘികളും ഈ കൂട്ടക്കാരും പറയുന്നുണ്ടെങ്കിൽ ഒരൊറ്റ മറുപടി നമ്മുടെ ലേസറയ്ക്ക് പറ്റിയോ? നമ്മുടെ വിശ്വഗുരുവിന് പറ്റിയോ? ബയോളജിക്കൽ ദൈവത്തിന് പറ്റിയോ? ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയോ? ഇല്ല. നമ്മുടെ കേരളത്തിലെ സകല സംഖ്യകൾ സമ്മതിച്ച് തന്നിട്ടില്ല കേട്ടോ, വേറെ കാര്യം. അവർക്കൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്തിൻ്റെ മുമ്പിലെ ഇന്ത്യയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള വെനിസ്വേലയിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളും ട്രംപ് കാണിക്കുമ്പം, ലോക പോലീസാക്കി ട്രംപ് ചമഞ്ഞ് കാണിക്കുന്ന സമയത്ത് ലോക രാജ്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾ ട്രംപിൻ്റെ പേര് പറഞ്ഞിട്ട് ട്രംപിനെ ആക്രമിച്ച് പോസ്റ്റുകളും സംസാരങ്ങളും പറയുമ്പം ഇന്ത്യയുടെ ചക്കക്കുരു മാത്രം മിണ്ടാണ്ടിരിക്കുമ്പോണ്ടല്ലോ, ഇന്ത്യയുടെ യഥാർത്ഥ പോളിസി എന്താണ്? ഇന്ത്യ എത്ര ദുർബലരാണ്, ഇന്ത്യക്ക് പേടിയാണ് ട്രംപിനെയും ബാക്കി രാജ്യങ്ങളെയും എന്നിങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെയൊക്കെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോളിസീസ് അത്തരത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വഗുരുവിൻ്റെ അവസ്ഥ. കഴിഞ്ഞ G20 ഉച്ചകോടിയുടെ സമയത്തെ നമ്മൾ എല്ലാവരും കൂടെ വിശ്വഗുരുവിനെ പ്രതിഷ്ഠിച്ചതായിരുന്നു. അവിടെ മോദിജീനെ വിശ്വഗുരുവായിട്ട് പ്രതിഷ്ഠിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. അന്ന് മുതൽ ഭയങ്കരമായിട്ട് ഇന്ത്യതാണ് വിശ്വഗുരുവാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, റഷ്യ ഉക്രൈൻ യുദ്ധം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇറാൻ യുദ്ധം വരുന്ന സമയത്ത്, ഇങ്ങനെ ഓരോ യുദ്ധം വരുന്ന സമയത്ത്, ഇപ്പോൾ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇന്ത്യയുടെ മൗനം, അല്ലെങ്കിൽ വിശ്വഗുരുവിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ മുമ്പിലെ ഇന്ത്യൻ ഭരണകൂടം, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ മോദിജി ഒരു വമ്പേ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എഫക്റ്റ് ആവുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരാണ്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ, താരിഫിൻ്റെ കാര്യങ്ങളും മറ്റേത് കാര്യങ്ങളും നമുക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ അവസ്ഥയാണ്. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ. നമ്മളീ കാണിക്കുന്ന ഈ മറ്റേ 10% പണക്കാർക്ക് പൈസ ഉണ്ടാക്കിയുള്ള GDPയുടെ കണക്കല്ല, പെർ ക്യാപിറ്റ GDPയുടെ കണക്ക് നോക്കണം. പെർ ക്യാപിറ്റ GDP മാത്രമല്ല, ഇന്ത്യയുടെ വേൾഡിലെ പെർ ക്യാപിറ്റ GDP 190 കൺട്രീസിൽ ഇന്ത്യ 122ാമത്തെ സ്ഥാനത്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 100ന്റെ മേലാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം.
പാസ്പോർട്ടിൻ്റെ റേറ്റിംഗിൽ ഇന്ത്യ 85ൻ്റെ അടുത്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യ 100ൻ്റെ പുറത്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പട്ടിണി സൂചികയിൽ ലോക ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 100ൻ്റെ പുറത്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കുന്ന ഓരോറ്റ ഇൻഡെക്സിലും ഇന്ത്യ 100ൻ്റെ അകത്ത് പോലും അല്ല, 50ൻ്റെ അകത്ത് പോട്ടെ. അപ്പം ലോകത്തെ നാലാമത്തെ 140 കോടി ജനങ്ങളുള്ള 4ാമത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്കാരുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്, അതായത് ആളോഹരി ഒരു കൊല്ലത്ത് ഇന്ത്യയുടെ GDP എന്ന് പറഞ്ഞാൽ ഏകദേശം 2300-2400 മാത്രം വരുന്ന USD വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ പിന്തള്ളി 4ാം സ്ഥാനത്തോട്ട് പിന്തള്ളിയിട്ടുള്ള ജപ്പാൻ്റെ പെർ ക്യാപിറ്റ GDP എന്ന് പറഞ്ഞാൽ ഏകദേശം 34,000 കോടി, ഏകദേശം 34,000 USD വരുന്നത്. രണ്ടിന് ഡിഫറൻസേ നമ്മൾ കണ്ണ് തള്ളുന്ന അത്രയുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിശ്വഗുരുവിനെ തള്ളി മറിക്കാൻ. ഓൾറെഡി മറഞ്ഞിരിക്കുന്നതാണ്. ഇനി തള്ളിക്കഴിഞ്ഞാൽ പാതാളത്തിലോട്ടാക്കും മറഞ്ഞു പോകുന്നത്. എന്ത് പറയാൻ, ആരോട് പറയാൻ അല്ലേ? ഏതായാലും ബാക്കി കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ.